എല്ലാവർക്കും നമസ്കാരം. ക്ലാസ് 8 ഓൾജിബ്രായിക് എക്സ്പ്രഷൻസ് ആൻഡ് ഐഡൻറ്റിറ്റീസ് എന്ന ചാപ്റ്ററാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾജിബ്രായിക് എക്സ്പ്രഷൻ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ക്ലാസ് 7 ഓൾജിബ്രായിക് എക്സ്പ്രഷൻ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ സിമ്പിൾ അഡീഷൻ അതുപോലെ സബ്സ്ട്രാക്ഷനൊക്കെ അവിടെ പഠിച്ചിട്ടുണ്ട്. ക്ലാസ് 8 വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷനും കൂടെ ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ആൾജിബ്രായിക് എക്സ്പ്രഷൻ്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നുള്ളൂ. ആൾജിബ്രായിക് എക്സ്പ്രഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. നമ്പേഴ്സും ലെറ്റേഴ്സും അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷനും കൂടെ ചേർത്തിട്ട് നമ്മൾ ഒരു ഗ്രൂപ്പായിട്ട് എഴുതുന്നതിനാണ് ആൾജിബ്രായിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അതിനുള്ള എക്സാമ്പിളാണ് 3x + 5 2a - 7 4m + 3n - 2. ഇതൊക്കെ ഒരു ഓൾജിബ്രായിക് എക്സ്പ്രഷൻസ് ആണ്. ഓൾജിബ്രായിക് എക്സ്പ്രഷൻ തന്നെ അതിൽ ടേംസ് എന്നുള്ള ഒരു വേർഡ് ഉണ്ട്. ടേംസ് എന്ന് വെച്ചാൽ 3x + 5 എന്ന ഓൾജിബ്രായിക് എക്സ്പ്രഷനിൽ 3x എന്നുള്ള ആ പാർട്ടിനെയാണ് ടേംസ് എന്ന് പറയുന്നത്. അതുപോലെ 5 അനദർ ടേംസ് ആണ്. ഇവിടെ 4m + 3n - 2. ഇതിൽ 4m ഒരു ടേംസ് ആണ്. അതുപോലെ 3n and -2 വേറൊരു ടേംസ് ആണ്. ഇതിനെയാണ് ടേംസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലെറ്റേഴ്സ് ആൾജിബ്രായിക് എക്സ്പ്രഷനിൽ നമ്മൾ ലെറ്റേഴ്സ് കാണുന്നുണ്ട്. ആ ലെറ്റേഴ്സിനെ പറയുന്നതാണ് വേരിയബിൾസ്. ലെറ്റേഴ്സ് ആൾജിബ്രായിക് എക്സ്പ്രഷനിൽ ലെറ്റേഴ്സിനെ പറയുന്നതാണ് വേരിയബിൾസ്. അതിനറിയപ്പെടുന്നതാണ് വേരിയബിൾസ് എന്നാണ് പറയുന്നത്. അതുപോലെ നമ്പേഴ്സിനെയാണ് കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. നമ്പേഴ്സിനെ കോയിഫിഷ്യൻസ് എന്നും പറയുന്നു. കോയിഫിഷ്യൻ്റ് എന്ന് വെച്ചാൽ ലെറ്റേഴ്സിന് കൂടെ ഉണ്ടാകുന്ന നമ്പേഴ്സിനെയാണ് കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. ഇവിടെ എക്സിൻ്റെ കോയിഫിഷ്യൻ്റായി വരുന്നത് 3 ആണ്. 3x എക്സിൻ്റെ കോയിഫിഷ്യൻ്റായിട്ട് വരുന്നത് 3 ആണ്. അതുപോലെ 4n എന്നുള്ള ടേമിൽ എന്നിൻ്റെ കോയിഫിഷ്യൻ്റായിട്ട് വരുന്നത് 4 ആണ്. ഇപ്പോൾ വേരിയബിൾസ് എന്താണെന്ന് മനസ്സിലായി. കോയിഫിഷ്യൻറ്റും നമ്മൾ നോക്കി. നെക്സ്റ്റ് ലൈക്ക് ടേംസ് ആൻഡ് അൺലൈക്ക് ടേംസ് ആണ്. ടേംസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടേംസ് എന്താണെന്ന് നമ്മൾ നോക്കി. ടേംസിൽ ലെറ്റേഴ്സ്, അതായത് വാരിയബിൾസ് ഈക്വൽ ആണെങ്കിൽ, വാരിയബിൾസ് സെയിം ആണെങ്കിൽ അതിനെയാണ് ലൈക്ക് ടേംസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ 3x 5x - 7x ഈ എക്സാമ്പിളിൽ എക്സ് എന്നുള്ള ലെറ്റേഴ്സ് എല്ലാവരും സെയിം ആണ്, എക്സ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ലൈക്ക് ടേംസ് എന്ന് പറയാം. അൺലൈക്ക് ടേംസ് എന്ന് വെച്ചാൽ ഇവിടെ വേരിയബിൾസ് ഡിഫറെൻ്റ് ആണ്. എക്സ് വൈ സെഡ് ഈ വേരിയബിൾസൊക്കെ ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇവയെ അൺലൈക്ക് ടേംസ് എന്നാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ. ലൈക്ക് ടേംസിനെ മാത്രമേ നമ്മൾക്ക് ആഡ് ചെയ്യാനും സബ്സ്ട്രാക്ട് ചെയ്യാനും പറ്റുള്ളൂ. ലൈക്ക് ടേംസിൽ വേരിയബിൾസ് ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ നമുക്കവയെ ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ എക്സാമ്പിളായിട്ട് 3x + 4x 3x + 4x എങ്ങനെ ആഡ് ചെയ്യാം? 3x + 4x എന്നുള്ളതിൽ 3 and 4 നമ്പേഴ്സുകൾ തമ്മിൽ ആദ്യം ആഡ് ചെയ്യാം. അതിൻ്റെ കൂടെ അതിൻ്റെ വേരിയബിളും കൂടെ ചേർത്താൽ ആൻസർ കിട്ടും. ഇവിടെ 3 + 4 അത് ഒന്നിച്ച് ആഡ് ചെയ്തതിന് ശേഷം എക്സ് കൂടെ ചേർത്താൽ അതിൻ്റെ ആൻസർ കിട്ടും. 3 + 4 = 7. അതുപോലെ എക്സ് ദാറ്റ് ഈസ് 7x. ഇവിടെ അനദർ എക്സാമ്പിളാണ് 9a - 6a. നമ്പറായ 9 - 6നെ ആദ്യം സബ്സ്ട്രാക്ട് ചെയ്യുക. 9 - 6 ഇൻറ്റു എ. വേരിയബിൾ എ ആണ്. 9 - 6 എത്രയാണ്? 3 ആണ്. അപ്പോൾ ആൻസർ 3a. എ വേരിയബിൾ ആണ് 3a. ആൻസർ 3a. ആദ്യം നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യുക. എന്താണെന്ന് വിചാരിച്ചാൽ
ദെൻ അതിൻ്റെ വേരിയബിളും കൂടി ചേർക്കും. അൺലൈക്ക് ടേംസ് 3x + 4y ഇതൊരു അൺലൈക്ക് ടേംസ് ആണ്. അതുകൊണ്ട് തന്നെ ഇവ ആഡ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ. അതായത് ഒരു ഓൾജിബ്രായിക് എക്സ്പ്രഷനിൽ ഡിഫറെൻറ്റ് വേരിയബിൾസ് ആണെങ്കിൽ ഡിഫറെൻറ്റ് വേരിയബിൾസും അതായത് സെയിം വേരിയബിൾസും വരാം. അതിനെ നമ്മൾക്ക് ഷോർട്ടായിട്ട് ആഡ് ചെയ്തിട്ട് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. 3x + 4y + 7x - y. ഈ ക്വസ്റ്റ്യൻ എടുത്താൽ ഇതിൽ ഒരേപോലെയുള്ള ലൈക്ക് ടേംസ് തമ്മിൽ ഒന്നിച്ച് എഴുതാം. അതായത് വാരിയബിൾസ് സെയിം ആയിട്ടുള്ള 3x + 7x ഇതിനെ ഗ്രൂപ്പ് ആക്കുക. നെക്സ്റ്റ് y വരുന്ന ടേംസ് ഏതൊക്കെയാണ്? 4y - y. ഇവിടെ 3 + x 7x നിലയിൽ നമ്പേഴ്സുകൾ തമ്മിൽ ആഡ് ചെയ്യുക. 3 + 7 = 10. അതുപോലെ അതിൻ്റെ വേരിയബിളായ എക്സും, ദറ്റ് ഈസ് 10x + 4y - y. ഇവിടെ നമ്പേഴ്സ് 4ഉം വൈയുടെ കോയിഫിഷ്യൻ്റ് 1ഉമാണ്. ഇവിടുത്തെ വൈയുടെ കോയിഫിഷ്യൻ്റ് 1 ആണ്. 1 നമ്മൾ എഴുതാറില്ല. ബാക്കിയൊക്കെ നമ്പേഴ്സൊക്കെ എഴുതലുണ്ട്, പക്ഷെ 1 എഴുതാറില്ല. ജസ്റ്റ് ആ ലെറ്റർ മാത്രമേ എഴുതുകയുള്ളൂ. അതുകൊണ്ട് തന്നെ 4 - 1 ഈസ് 3 ആണ്. അപ്പോൾ അതിൻ്റെ വേരിയബിൾ y, ദാറ്റ് ഈസ് 10x + 3y. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 7x - 3 - 4x - 5. 7x - 3 - 4x ബ്രാക്കറ്റിന് പുറത്താണ് മൈനസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ മൈനസ് ബ്രാക്കറ്റിനകത്തുള്ള നമ്പേഴ്സിന് ബാധകമാണ്. കാരണം ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഒരു ഗ്രൂപ്പായി എഴുതി അതിൻ്റെ പുറത്ത് മൈനസ് ഇട്ടുന്നേ ഉള്ളൂ. അതുകൊണ്ട് രണ്ടിനും മൈനസ് ബാധകമായിരിക്കും. ഏത് സൈനായാലും, പ്ലസ് സൈനായാലും പോസിറ്റീവ് സൈനായാലും നെഗറ്റീവ് സൈനായാലും ബ്രാക്കറ്റിനകത്തുള്ള നമ്പേഴ്സിന് ബാധകമാണ്. ഇവിടെ -4x മൈനസ് ഓഫ് മൈനസ്, ദറ്റ് ഈസ് പ്ലസ് ആണ്, +5. ദെൻ 7x - 4x. എക്സിലെ വാരിയബിൾസ് ഒന്നിച്ച് ചേർത്താൽ എത്ര വരും? 7x - 4x, ദാറ്റ് ഈസ് 3x. 7 - 4 കൂടെ x. 7 - 4 ഈസ് 3. Then x -3 + 5 is equal to 2 ആണ്. -3 + 5 is equal to -3 + 5. ഇവിടെ നെഗറ്റീവ് നമ്പറും പോസിറ്റീവ് നമ്പറും തമ്മിൽ അഡീഷനാണ്. അതുകൊണ്ട് തന്നെ ഇവയെ മൈനസ് ചെയ്ത് ഏതാണോ വലിയ നമ്പറിൻ്റെ സൈൻ ഏതാണോ അത് ആൻസറിൽ എടുക്കുക. ഇവിടെ 5 ആണ്. 5 പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ആൻസറിൽ പോസിറ്റീവ് തന്നെയാണ്. 3x അതുപോലെ തന്നെ 5 - 3 2 ആണ്. Therefore answer is 3x + 2. Next question 5a + 4b - 3a + 2b. 5a + 4b മൈനസ് സൈൻ ബ്രാക്കറ്റിലുള്ള 2 ടേംസിന് ബാധകമാണ്. അതിനാൽ -3a മൈനസ് ഓഫ് മൈനസ് ഈസ് പോസിറ്റീവ് ആണ്. Therefore +2b. ലൈക്ക് ടേംസിനെ ഒന്നിച്ച് ഗ്രൂപ്പായിട്ട് എഴുതാം. 5a - 3a + 4b + 2b. 5a - 3a is 5 - 3 is 2. Then variable a. Next 4b + 2b, that is 4 + 2 is 6. Then variable b. Answer is 2a + 6b. നെക്സ്റ്റ് ക്ലാസ്സിൽ അഡീഷനും സബ്സ്ട്രാക്ഷനും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഇൻട്രൊഡക്ഷൻ ഇവിടെ അവസാനിക്കുകയാണ്. സോ താങ്ക് യു.